ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങളൊരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫോർ എക്സാമ്പിൾ, ആ ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഡിവൈസ് ആണോ ആ ഡിവൈസിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു. ശരിക്കും ഈ ഫോട്ടോ ഡിലീറ്റ് ആയി പോയോ? നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഫോട്ടോ അവിടെ ഇല്ല, റീസൈക്കിൾ ബിന്നിലും ഇല്ല, വരണ്ടു പോകില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. ബേസിക്കലി ആ ഒരു സ്പെസിഫിക് ഫയൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ആ ലേബൽ അങ്ങ് കളഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ഫയല് നിങ്ങളുടെ ഡ്രൈവിൽ നിന്ന് പോയിട്ടില്ല. ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലും ഈവൻ റിക്കവറി ഫയൽസിൽ നിന്നും ഹിഡണിൽ നിന്നും റീസെൻ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും സ്റ്റിൽ നിങ്ങളുടെ ആ ഡേറ്റ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ടെക്നിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഫോർമാറ്റ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ കൂടി ഇൻസ്റ്റൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡേറ്റ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളൊരു ബുക്ക് മേടിച്ചു, ആ ബുക്കിൻ്റെ ഫസ്റ്റ് കവർ, അതായത് ആ ഒരു ഫസ്റ്റ് പേജ് എന്ത് ചെയ്തു, നിങ്ങൾ ക്ലിയർ ചെയ്ത് കളഞ്ഞു, അത് കീറിക്കളഞ്ഞു. സ്റ്റിൽ ബാക്കിയുള്ള പേജുകളുണ്ട്. അത് വായിച്ചെടുക്കാൻ അറിയാമെന്നുള്ളവന് അത് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളൊരു ബുക്ക് മേടിച്ചു, ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് കീറിക്കളഞ്ഞു കഴിഞ്ഞാലും ആ ബുക്ക് അവിടെ ഇല്ലാണ്ടാവുമോ? ഇല്ല, ആ ബുക്ക് അവിടെ കാണും. ബട്ട് മേ ബി ആ ബുക്ക് നോക്കുന്ന സമയത്ത് അത് ഏത് ബുക്കാണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് നമ്മളത് ആ ബുക്ക് തുറന്ന് വായിച്ച് നോക്കുന്ന സമയത്തെ അത് ഏത് ബുക്കാണെന്ന് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. പറയുന്ന പിടി കിട്ടണമെന്നുണ്ടോടെ. സോ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഹോട്ട് പിക്ചേഴ്സ് എല്ലാം ഇപ്പോഴും ആ ഫോണിൻ്റെ അകത്ത് കാണും അല്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ അകത്ത് കാണും. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് കുറച്ച് ട്രിക്കി ആവുന്നത്. ഫോറൻസിക് ഡേറ്റ റിക്കവറി ടൂളുകളുണ്ട്, അത് ഇഷ്ടം പോലെയുണ്ട്. എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. ബട്ട് ആക്സസ് ചെയ്യാൻ കഴിവുള്ളവന് ഇതെല്ലാം നിസ്സാരമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കയ്യിലുള്ളവൻ വേറൊരാളുടെ അടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ടൂൾ ഉണ്ടെന്ന്. ഇങ്ങനത്തെ ഫോറൻസിക് ടൂളുകൾ വെച്ചിട്ട്, അത് പോലീസിൻ്റെ കയ്യിലൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഫോറൻസിക് റിക്കവറി ടൂളുകൾ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് മാത്രമല്ല, ഫോർമാറ്റ് ചെയ്തിട്ടുള്ള ഫയലുകളെയും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചാനലിൽ തന്നെ നാഴിക്ക് 40 തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ലാപ്ടോപ്പും ഫോണുകളും ഡീപ്പായിട്ട് വൈപ്പ് ചെയ്യാതെ, അതായത് നല്ലൊരു തറോ വൈപ്പിംഗ് ചെയ്യാതെ നിങ്ങൾ സെല്ല് ചെയ്യാനോ ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ നന്നാക്കാൻ കൊടുക്കാനോ പാടില്ല എന്നുള്ളത്. വേറൊരു കാര്യം, ഈ ഫോറൻസിക് ലെവൽ ഡേറ്റ റിക്കവറി ടൂളൊക്കെ നിങ്ങൾ ഫോൺ നന്നാക്കാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നന്നാക്കാൻ കൊടുക്കുന്ന അവിടെ ഉണ്ടാവും കേട്ടോ. സോ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ആലോചിക്കാം. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എൻ്റെ ഫയൽസ് എല്ലാം ക്ലൗഡിൻ്റെ അകത്തല്ലേ, iCloudൻ്റെ അകത്തും ഡ്രൈവിൻ്റെ അകത്തൊക്കെ അല്ലേ? അതാണ് ഇതിനേക്കാളും മെസ്സപ്പായിട്ടുള്ള സാധനം. സോ നിങ്ങൾ നിങ്ങളുടെ iCloudൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലൗഡ് സർവീസിൻ്റെ അകത്തേക്ക് ക്ലൗഡ് സ്റ്റോറേജിലോട്ട് നിങ്ങളുടെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റ പ്രൊവൈഡേഴ്സിന് നിങ്ങൾ ട്രാഷിൻ്റെ അകത്ത് കളഞ്ഞു കഴിഞ്ഞാൽ 30 മുതൽ 90 ദിവസം വരെ അതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് വേണമെങ്കിൽ ലൈഫ് ടൈം അവർക്ക് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് എടുത്ത് വെക്കാനോ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള പല ഫയലുകളും പല കമ്പനിക്കും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ, എങ്ങനെ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാം? സോ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഫോണിനെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള SSD ആവട്ടെ, ഹാർഡ് ഡ്രൈവ് ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അതിൻ്റെ അകത്തേക്ക് റാൻഡം ഡേറ്റ കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യുക, അതായത് സ്ക്രിബിൾ ചെയ്യുക എന്ന് പറയും. ഓവർ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡേറ്റാസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ടെക്നിക്കലി കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്തേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാൻഡം ഡേറ്റ വെച്ചിട്ട് ലാപ്ടോപ്പിനെ മൊത്തം ഫില്ലാക്കുക. ലാപ്ടോപ്പിനെ ഫില്ലാക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഡേറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യുക മൊത്തത്തിൽ. എന്നിട്ട് ആ ഒരു ലാപ്ടോപ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈവൻ ഒരാൾ റിക്കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പോലും ഈ ഡേറ്റ മൊത്തം എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂലേ എന്ന്. ഒബ്വിയസ്ലി പറ്റും. അറിയുന്നവന് അല്ലെങ്കിൽ പണി അറിയുന്നവന് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ക്രാക്ക് ചെയ്യാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട. സോ ടെക്നിക്കലി സേഫ് ആയിട്ടിരിക്കും ഒരു വഴിയില്ല. ഒരു കാര്യം ചെയ്യുക, ഡിലീറ്റ് ചെയ്യേണ്ട, ഡിസ്ട്രോയ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു ലാപ്ടോപ്പ് ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഫോണാണെന്ന് ഇരിക്കട്ടെ. ഫോണിനെ കൊണ്ട് എവിടെയെങ്കിലും വെച്ചതിന് ശേഷം കത്തിച്ച് കളയാം, ഡ്രില്ല് ചെയ്ത് കളയാം, 2 പീസാക്കാം, അടിച്ച് പൊട്ടിച്ച് കളയാം. അതായത് ഹാർഡായിട്ട് ട്രാഷ് ചെയ്ത് കളയാം എന്നുള്ളതാണ് പെർമനൻറ്റ് ഡിലീഷൻ. അതായത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ബ്ലാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി. എൻ്റെ ക്യാമറ ചത്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയും കൂടി ഇതിന് ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ഇടാം. ഇതാണ് ടെക്നിക്കലി ഉള്ള സിറ്റുവേഷൻ. സോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് മുന്നേ ചിന്തിച്ചാൽ കൊള്ളാം.